നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ എംപിമാരോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയും എന്ന സൂചന ഹൈക്കമാൻഡ് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. ചില സീറ്റുകൾ കോൺഗ്രസിന്റെ പ്രബലരായ എംപിമാർ മത്സരിച്ചാലേ തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ എംപിമാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അടൂർ പ്രകാശും ഷാഫി പറമ്പിലും മത്സരിക്കും നിയമസഭയിലേക്ക് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടൂർ പ്രകാശ് തൻ്റെ മണ്ഡലമായ കോന്നിയിൽ നിന്നും ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വീണ്ടും നിയമസഭയിലേക്ക് ജനവിധി തേടാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കോൺഗ്രസിൻ്റെ എംപിമാർ മത്സരിക്കട്ടെ എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ശശി തരൂരും നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെയോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലോ മത്സരിക്കാൻ ശശി തരൂരിന് ആഗ്രഹമുണ്ട്. അങ്ങനെ ശശി തരൂർ മത്സരിച്ചേക്കാം. ഒരുപക്ഷെ ഈ അടൂർ പ്രകാശിനും ഷാഫി പറമ്പിലുമൊക്കെ നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കുമ്പോൾ പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ ബോഡിയിലെ അംഗമായ ശശി തരൂർ തനിക്ക് മത്സരിക്കാൻ സീറ്റ് വേണം നിയമസഭയിലേക്ക് എന്നാവശ്യപ്പെട്ടാൽ പിന്നെ കോൺഗ്രസിന് തള്ളിക്കളയാൻ കഴിയില്ല. എങ്ങനെ തരൂരിനെ പോലൊരാൾക്ക് നിയമസഭാ സീറ്റ് കൊടുക്കാതിരിക്കും എന്നുള്ള കാര്യവും കോൺഗ്രസിന് വലിയ പ്രശ്നമാണ്. ഏതായാലും പ്രമുഖരായ എംപിമാരിൽ ചിലർ നിയമസഭയിലേക്ക് മത്സരിക്കും 2026 എന്ന് കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അടൂർ പ്രകാശും ഷാഫി പറമ്പിലും മത്സരിച്ചാൽ ആ സീറ്റുകൾ പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അതുപോലെ കെ സുധാകരൻ കണ്ണൂരിൽ നിന്നും മത്സരിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമയിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ആരും നൽകിയിട്ടില്ല. കോൺഗ്രസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച നടന്നോ എന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഈ 3-4 എംപിമാർ, കാരണം അവർ മത്സരിച്ചാൽ മാത്രമേ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്നിരിക്കെ അവരെ തന്നെ മത്സരിപ്പിക്കണം. എന്നാൽ മാത്രമേ നിയമസഭയിലേക്ക് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഭരണം കിട്ടുകയുള്ളൂ. കാരണം ഈ എംപിമാർ അവരുടെ തട്ടകങ്ങളിൽ മത്സരിച്ചാൽ ഉറപ്പായിട്ടും ആ നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. ഷാഫി പറമ്പിലില്ലാതെ ആര് വന്നാലും പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പാർട്ടിയും ഏറെക്കുറെ അത് അംഗീകരിച്ചതാണ്. അതുപോലെ തന്നെയാണ് അടൂർ പ്രകാശിൻ്റെയും കെ സുധാകരൻ്റെയും കാര്യം. കണ്ണൂരിൽ എൻ സുകന്യയെ പോലുള്ളൊരു നേതാവിനെ CPM അണിനിരത്തുമ്പോൾ അല്ലെങ്കിൽ CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് പകരമായി എന്തൊക്കെയായാലും കെ സുധാകരൻ്റെ അത്രയും തലപ്പൊക്കമുള്ള ഒരു നേതാവില്ലെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയില്ല. സുധാകരൻ്റെ ഒപ്പം തലപ്പൊക്കമുള്ള കണ്ണൂരിലെ ഏക നേതാവ് കെ സുധാകരൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ സുധാകരനും അടൂർ പ്രകാശും ഷാഫി പറമ്പിലും എല്ലാം നിയമസഭയിലേക്ക് ജനവിധി തേടുന്ന ഒരു അവസ്ഥ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംജാതമാകും. അത്തരത്തിലുള്ള സൂചനകൾ ഏതായാലും കോൺഗ്രസ് നൽകിക്കഴിഞ്ഞു. കാരണം നിയമസഭയിലേക്ക് ജയിക്കുക, നിയമസഭയിലേക്ക് സീറ്റുകൾ പിടിക്കുക, UDF ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ള കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വരുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. കാരണം മറ്റൊന്നുമല്ല, ഇനി CPM അവിടെ ജയിച്ചു പോയാലും കേന്ദ്രത്തിൽ കോൺഗ്രസിനെ തന്നെ പിന്തുണ നൽകുമെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയൊരു പ്രശ്നമൊന്നും ആർക്കുമില്ല. ഏതായാലും 4 സീറ്റെങ്കിൽ 4 സീറ്റ് അത് അധികം കിട്ടിയാൽ കോൺഗ്രസിന് അത്രയും പ്രയോജനം ചെയ്യും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അടൂർ പ്രകാശിനെ പോലെ, ഷാഫി പറമ്പിലിനെ പോലെ, സുധാകരനെ പോലെ, ശശി തരൂരിനെ പോലെ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരൊക്കെ ഇപ്പോൾ കേൾക്കുന്നത്. ആ സീറ്റിൽ ഉദുമ സീറ്റൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ നിന്നാൽ വിജയിക്കുമെന്നാണ് കാസർഗോഡ് നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ എത്ര എംപിമാർ മത്സര രംഗത്തുണ്ടാകുമെന്നുള്ള സൂചനയൊന്നും ഇപ്പോൾ കോൺഗ്രസ് നൽകിയിട്ടില്ലെങ്കിലും എംപിമാർ മത്സരിക്കും നിയമസഭയിലേക്ക് എന്നുള്ള കാര്യം തർക്കമില്ല. അവർ അതിനുള്ള തുടക്കം അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഇട്ട് കഴിഞ്ഞു.